ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മഞ്ചേരി മാർക്കറ്റിൽ കണ്ടില്ല, വലിയ പെരുന്നാളിൻ്റെ ഇറച്ചി വാങ്ങാനുള്ള തിരക്കാണ്. എല്ലായിടത്തും 400ഉം 350 ഇവിടെ വെറും 320 ഇറച്ചി കൊടുക്കണം കേട്ടോ. കണ്ടോളി, ജനങ്ങളെ തിരക്കാണത്. മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ 320 നല്ല ഇറച്ചി കിട്ടും കേട്ടോ. നല്ല ഇറച്ചി കിട്ടും. ബീഫാണെങ്കിൽ ബീഫ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ പോത്ത്, കുട്ടന് എല്ലാ ഐറ്റം കിട്ടും കേട്ടോ. ഇപ്പോൾ കടയിൽ നടന്ന് വാങ്ങാം. ആ തല മുതൽ ഈ തല വരെ കടകളുണ്ട്. അപ്പോൾ ഇവിടെ 2-3 പ്രധാനപ്പെട്ട ഇറച്ചിക്കടയുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നോക്കി വാങ്ങാം കേട്ടോ. പിന്നെ ആ തലക്കൽ ആടുണ്ട്, പിന്നെ നടുവിലെ കോഴിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ ജനങ്ങളെ തിരക്ക് കണ്ടോളി. വെറും 320 മഞ്ചേരി മാർക്കറ്റിൽ ഇറച്ചി കൊടുക്കുന്നത് കേട്ടോ. ആ തലക്കൽ കോഴിക്കടയാണ്. അതൊരു ബീഫ് സ്റ്റാളാണ് കേട്ടോ. ബീഫുണ്ട്, അതായത് പോത്തുണ്ട്, പിന്നെ അതേപോലെ കുട്ടനും കിട്ടും കേട്ടോ. വേറെ കട മൊത്തം മാർക്കറ്റിൽ 3 കട ഉണ്ട് കേട്ടോ. 3 ഇറച്ചി കടകളുണ്ട്. അപ്പോൾ വൈകുന്നേരം അർത്താണ്. രാവിലെ അർത്ത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അർത്ത് പെരുന്നാക്കൾ അർത്താണ്. എത്ര അർത്ഥം? എട്ടണം. ഇവിടെ അടുത്തടുത്ത് കടകളുണ്ട്. അതായത് പോത്ത് മണി പോത്ത് കിട്ടും, കുട്ടൻ കിട്ടും അല്ലേ. നല്ല പോത്ത് മണിയുണ്ട്, കുട്ടൻ കുട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കോഴിക്കടകൾ വേണമെങ്കിൽ കേട്ടോ. കോഴിക്കടയിലൊക്കെ നല്ല തിരക്കാം അല്ലേ. കടയിൽ കോഴിക്കട ഇവിടെ നല്ല തിരക്കാട്ടോ. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. എല്ലായിടത്തും 330, 350 ആകുമ്പോൾ നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വെറും 320 വെക്കണേ. വില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ തിരക്ക് കണ്ടില്ല നിങ്ങൾ. രാവിലെ തുടങ്ങിയ തിരക്കാണ്. ഇപ്പോൾ 2ാമത് അർത്ത് വന്നു കേട്ടോ. രാവിലെ അർത്ത് കഴിഞ്ഞു, 2ാമത് അർത്താണ്. ഇതിൻ്റെ അടിയിൽ കോഴിക്കട ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് കോഴിയാണെങ്കിൽ കോഴി വാങ്ങാം, ബീഫ് ആണെങ്കിൽ ബീഫ് വാങ്ങാം കേട്ടോ. നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ എല്ലാ ഐറ്റവും വരിയായിട്ട് കിട്ടും കേട്ടോ. അതായത് ഇറച്ചിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ആട്, അവിടെ കോഴി, ഇവിടെ ഒരു ആട് കട ഉണ്ട്. പ്രധാനപ്പെട്ട 2 ആടിൻ്റെ കട ഉണ്ട് കേട്ടോ. ആട് വേണമെങ്കിൽ ആട് നല്ല ആട്. ഇവിടെ കോഴിക്കട രാത്രി 2 മണി ഉണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിക്കണു. അപ്പൊ മഞ്ചേരി മാർക്കറ്റിക്ക് വന്നോളി. നേരം പൊളുക്കോണ്ടാവുമല്ലോ. പണിക്കാർ 2 പോകുന്ന പറഞ്ഞു. മലയാളി നേരം പൊളുക്കോണ്ടാവും. അവിടെ നിങ്ങൾ ഇവിടെ കോഴിക്കടയിൽ തിരക്കാവണുള്ളൂ. പള്ളിയൊക്കെ മാറ്റിന് പോവാണ് കണ്ടില്ല നിങ്ങള്. അപ്പൊ ജനങ്ങൾക്ക് കോഴി കൊടുക്കാൻ തീരുമാനിച്ചു. എത്ര നേരം വൈകി വന്നാലും മഞ്ചേരി മാർക്കറ്റിലുണ്ടാവും. കോഴിക്കടയിലും ആടുകടയിലും തിരക്കുണ്ട്. അപ്പൊ അവിടെയും തിരക്കായിട്ടോ. തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി ആയിട്ടുള്ളൂ. വൈകുന്നേരം ആവും തോറും ഇങ്ങനെ തിരക്ക് കൂടി വരും. എല്ലാവരും മഞ്ചേരി മാർക്കറ്റിൽ വരും വൈകുന്നേരം ആയാൽ. നിങ്ങൾ നല്ല തിരക്കാം. ഇവിടെ എത്ര നടത്തുന്നു വെച്ചോക്കാം. ഇവിടെ എത്ര നടത്തും? എത്ര നടത്തുന്നു? 8 നടത്തും കേട്ടോ. അവിടെ 8 ആ തലക്കല്. ഇനി ഓർക്കുക. ഇനി ഓർക്കൂലേ അറിയില്ല. തേങ്ങില്ലെങ്കിൽ ഇനി ഓർക്കുന്നാണ് കേട്ടോ. ചായ പിടിച്ച കുഴങ്ങിക്കണു. പണിയെടുത്ത് കുഴങ്ങാ ചായ പിടിച്ചത്. ഇപ്പൊ ഇവിടെ 8 അർത്ത് പറഞ്ഞു. ഇതൊക്കെ ബീഫാണ് നിൽക്കാം. നിങ്ങളോടുന്ന ബീഫാണെന്ന് നിങ്ങളോടുന്ന് വന്ന സ്ഥലം ഇവിടെ ഞങ്ങളെ കാരക്കുന്നൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ബീഫ് വാങ്ങാൻ വരുന്നത്. ഇവിടെ അല്ലേ വില കുറവുള്ളത്? ഇവിടെ വില കുറവാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാണ്. എല്ലായിടത്തും 340, 330 ഇവിടെ 320 ഉള്ളൂ. നമ്മളെ മാവാക്കാൻ്റെ കടിയിൽ വളരെ വില കുറവാണ്. എല്ലാവരും വന്നോളി കേട്ടോ. വേഗം വന്നോളി. നേരം പൊളുക്കോളുണ്ടാവും ബീഫ്. എത്ര നേരം പിടിക്കുന്ന സാധനം കിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കയ്യോ കോഴിക്കട നേരം പൊളുക്കോളുണ്ടാവും. നിങ്ങൾ കയ്യോ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ ചെറുക്കൻ രാവിലെ വെട്ടൽ തുടങ്ങിയതാ. ഞാൻ രാവിലെ പോകുമ്പോ കാണുന്നുണ്ട്. ഇപ്പോഴും വെട്ടന്നെ. നാളെ ലീവല്ലേ? നാളെ ഉണ്ടല്ലോ. ഒരു പെരുന്നാക്കുണ്ട് കേട്ടോ. മഞ്ചേരി മാർക്കറ്റിൽ വന്നാല് നിങ്ങൾക്ക് പെരുന്നാക്കും ബീഫ് കിട്ടും. സാധാരണ എല്ലാവരും ലീവ് വെക്കാനോ എങ്ങനെ തരും. നാടൻപായി ഭയങ്കര നയിച്ചലാണ്. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞാലും എല്ലാ ദിവസവും ഒരു ദിവസം കേട്ടോ 365 ദിവസം മഞ്ചേരി മാർക്കറ്റിൽ ബീഫ് കിട്ടും നിങ്ങൾക്ക്. മലയാളി ചെറുക്കാനെ കുഴങ്ങിക്കാണ്. ഇതൊരേ പണി തന്നെയാണ്. രാവിലെ തുടങ്ങി അല്ലേ? രാവിലെ എപ്പോഴാണ് തുടങ്ങിയിട്ട്? 4 മണിക്ക് തുടങ്ങിക്കണു. അവർക്ക് അതിൻ്റെ അടിയിൽ പോയി അർത്തും കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരും. അങ്ങനെ 2 ആളുണ്ട് ഇവിടെ. മലയാളിൻ്റെ 2 മക്കളും ഉണ്ട് ഇവിടെ. ഇതാ വെറുതെ വെട്ട് തന്നെ. മലയാളിൻ്റെ ചക്കനും വെട്ട് തന്നെ. മോശമല്ല. തിരക്കായതുകൊണ്ടേ എല്ലാവരും ഇറങ്ങി വെട്ട് തന്നെ. അന്ത്രോനും കാരനോലും വെട്ട് തന്നെ. കണ്ടില്ലേ? 2 ആളും വെട്ട് തന്നെ. നിങ്ങളെ പിന്നെ ബീഫിന് ഓർഡർ ചെയ്താൽ പെരീന്ന് മുറിച്ചൊന്നും വേണ്ട. അവരെ മുറിച്ച് ക്ലിയർ ആക്കി തരും കേട്ടോ. അതാണ് ഇവിടുത്തെ മഞ്ചേരി മാർക്കറ്റിലെ പ്രത്യേകത. ഇതാണ്ടില്ലേ? നിങ്ങൾക്ക് വാണ്ടിയമായി മുറിച്ചു. ചെറുതാണ് ചെറുത്, ചില്ലിക്കാണ് ചില്ലിക്ക്, എങ്ങനെ വേണമെങ്കിൽ മുറിച്ചത്. ബിരിയാണിക്കാണ് ബിരിയാണിക്ക്, ഏത് രീതിയിൽ പെട്ടതോ ബീഫ്. അന്ത്രോ മോശമല്ല, അവൻ നല്ല വെട്ടുകാരനാ. എല്ലാം വെട്ടണം. കണ്ടോളി, സൂപ്പർ വെട്ട. 1 മിനിറ്റ് കൊണ്ട് വെട്ടോ.
എത്രയിലാടാ? 8ല്. ഓ 8ലാണ്. അപ്പൊ കാനോൽ എത്രയില്ല? +1. കാനോൽ +1 +2. കാനോൽ +2 ആന്ത്രോം 8ല്. അപ്പൊ രണ്ടാളുണ്ട് കേട്ടോ. രണ്ടാളും സഹായിക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്കൂൾ ഒഴിവുള്ള ദിവസം പോലെ വരും. എല്ലാ ദിവസവും പോലെ ഉണ്ടാവില്ല കേട്ടോ. നല്ല തിരക്കാ. തിരക്ക് കൂടി വരും കേട്ടോ. സാധനം കഴിഞ്ഞാൽ അപ്പം കൊണ്ടുണ്ടോ അടുത്ത്? ഇവിടെ കഴിയല്ല. നേരം പുറത്തോളം ഉണ്ടാവും. എത്ര നേരം ഉണ്ടാവും? എത്ര നേരം ഉണ്ടാവും? 10 നടത്തോ? പിന്നെ അടുത്ത് 2 ആ ഇവിടെ 8 പറഞ്ഞു. പിന്നെ 2 കൂടി അടുത്തു കേട്ടോ. നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ 8 ഇപ്പോൾ 2 കൂടി അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ 10 ഇനി കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുണ്ടോ അടുത്ത്? അടിച്ചറുത്തുകൊണ്ടല്ലോ കേട്ടോ. ഇങ്ങോട്ട് രാവിലെ മുതൽ അയാൾ അറുത്തുകൊണ്ടല്ലോ. സാധനം എപ്പോഴും കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരൂല്ലേ? കഴിഞ്ഞ അറുത്തോണ്ടു. മൂപ്പരാണ് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ വണ്ടി കുടിച്ചിലിട്ട് കണ്ട് എല്ലാ അടിക്കും അല്ലേ? അപ്പൊ കണ്ടില്ല ഞങ്ങള് വലിയൊരുന്നാളിന്റെ തിരക്കാണ്. വലിയൊരുന്നാൾക്ക് എല്ലാവരും ഇറച്ചി വാങ്ങാൻ വന്നാണ്. ഇനി രാത്രി ആവുന്നതോറും ഇങ്ങനെ തിരക്ക് കൂടി വരിക കേട്ടോ. നാളെ ചിലയിടത്തൊക്കെ വലിയത്ത് ഇറക്കുന്നുണ്ട്. അപ്പൊ ബീഫ് ഉണ്ടാവും. 4 ആൾക്കാർ ബീഫ് മേടിച്ചു. ബീഫിന് നല്ല തിരക്കാണ്. തിരക്കിനൊരു കമ്മിയില്ല. നാളെ പെരുന്നാളായാലും ഇവിടെ തുറക്കും കേട്ടോ. എല്ലാ പെരുന്നാൾക്കും തുറക്കും. 365 ദിവസം ഇവിടെ ബീഫ് കട തുറക്കും എന്നാ പോലെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് പെരുന്നാളാകുമ്പോൾ ഒഴിവുണ്ടാവുന്ന കരുതി. പക്ഷെ ഒഴിവില്ല, തുറക്കും എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാ ബീഫ് കടകളും തുറക്കും. അതേപോലെ കോഴിക്കടകളും തുറക്കും കേട്ടോ. ഒരു ദിവസം കോഴിക്കടക്കും ബീഫ് കടക്കും ഒഴിവില്ല. 365 ദിവസം ഇവിടെ തുറക്കും. അപ്പം മഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ബീഫ് കിട്ടും കേട്ടോ. ബീഫും കോഴിയും അവിടൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ നിർത്തട്ടോ. അപ്പോൾ ഇതിൽ നല്ല കിടിലും വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.